ചേച്ചിയുടെ കടയായിരുന്നുണ്ടോ. ഞങ്ങൾ വെറുതെ വെള്ളം ഒഴിച്ചുള്ള സർവത്താണ് വെച്ചത്. നല്ല വെയിലുണ്ടായിരുന്നു പോകുമ്പോൾ. ഞാനും ബേബിക്ക് നല്ല ദാഹമായിരുന്നു. ബേബി കിട്ടേണ്ട മാംസം മാക്ക് കുടിച്ചു. നമ്മളും കുടിക്കണ്ടേ, അപ്പം ഞാനും കുടിച്ചു. ഞാനും മാക്ക് കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് കയറി പിന്നെ കുറച്ചേ ഉള്ളൂ വീടെത്തി. ഇതാണ് വീട്ടിൻ്റെ ഒരു ഫ്രണ്ട് വശമൊക്കെയാണ്. നല്ല സ്ഥലമാണ് അവിടെ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പറയാതെയാണ് കേട്ടോ അവളുടെ വീട്ടിൽ പോയത്. അവളവിടെ ഉണ്ടാവൂലേ എന്നൊക്കെ ഓർത്തു. പിന്നെ ആളവിടെ ഉണ്ടായിരുന്നു. ഇതവളുടെ ബ്രദറാണ് കേട്ടോ. ഞങ്ങൾ വരുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അവളാ ഷോക്കായി ഞങ്ങൾ കണ്ടപ്പോൾ. നമ്മുടെ കുട്ടിയുടെ ബേബി പെങ്കച്ചാണ് കേട്ടോ. മുട്ടയൊക്കെ അടിച്ച് മുട്ടച്ചേട്ടിരിക്കുക. അവള് ഉണ്ടായ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബേബിനെ കാണുന്നത്. 100 ദിവസമൊക്കെ ആയി ബേബിയുടെ. അവിടെ പോയി കുറച്ച് നേരം ബേബിനെ എൻ്റെ ബേബിക്ക് ഈ ബേബിനെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ല പേടി, അതുകാരണം എടുത്തൊന്നുമില്ല കേട്ടോ. മടിയിലൊക്കെ എത്തിക്കും കൊഞ്ചിച്ച്. പിന്നെ അവിടെ ചായയൊക്കെ കിട്ടി. ചായയും പക്കോടയായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. പിന്നെ ഇടയിൽ സർവത്തൊക്കെ കുടിച്ചുകൊണ്ട് കഴിച്ചൊന്നുമില്ല, ചായ കുടിച്ചു. ചായ നമ്മൾ ഒഴിവാക്കൂലല്ലോ. ബേബിനെ ഞാനും കുറേ നേരം എടുത്ത് കൊഞ്ചിച്ച്. ഞാൻ അവിടെ പോയപ്പോൾ അവളെ ബേബിക്ക് കിട്ടിയ ഗോൾഡൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇടയിലുള്ള വീഡിയോ ഒക്കെ എടുക്കാത്തതാണ് കേട്ടോ. ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അവൾ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട് ഇടയിൽ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്കാൻ പറഞ്ഞു ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് കേട്ടോ. അവിടെ വീടെത്താനതിൻ്റെ കുറച്ച് മുമ്പാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെ ഞാൻ ഇതുവരെ വന്നിട്ടേ ഇല്ല കേട്ടോ. ഈ സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതിലേക്ക് പോയപ്പോൾ അടിപൊളി വ്യൂ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. നല്ല സെറ്റപ്പായിരുന്നു. അതിന് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് എൻ്റെ വീട് എത്തിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.